11ാം ശമ്പള പരിഷ്കരണം പ്രകാരമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞങ്ങളോടും പലരും വിളിച്ചു ചോദിച്ചു, ഈ ഇടയ്ക്കും ചോദിച്ചു. പക്ഷെ അത് സംബന്ധിച്ചൊരു ഉത്തരവുണ്ടായിരുന്നു നേരത്തെ. ആ ഉത്തരവ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ആ ഉത്തരവിൻ്റെ വിത്ത് എഫക്റ്റ് വരുന്നത് ഈ ഏപ്രിൽ 1 മുതലാണ്. അതുകൊണ്ടാണ് ആ ഉത്തരവ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കിട്ടാത്തവരും കിട്ടിക്കൊണ്ടിരിക്കുന്നവരും കിട്ടുമെന്ന് വിചാരിച്ചവരും എല്ലാവരും ആ ഉത്തരവ് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ പണം നിങ്ങൾക്ക് ബാങ്കിൽ വരും. ധനകാര്യ പേ റിവിഷൻ സെല്ല് ബിയിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത്. സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ 139/2023 ധനകാര്യ വകുപ്പ്, തീയതി തിരുവനന്തപുരം 1/11/2025. സംസ്ഥാന സർക്കാർ അതിനകത്തൊരു 10ഓളം ഉത്തരവുകളുടെ ഒരു പരാമർശ സൂചനയുണ്ട്. അതിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള അലവൻസുകളും 1/7/2019, അതായത് 11ാം ശമ്പള പരിഷ്കരണം തുടങ്ങിയ തീയതി മുതൽ പ്രാബല്യത്തിൽ വന്ന് പരിഷ്കരിച്ച പരാമർശം അനുസരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് 2019 ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ ഉത്തരവ് പുറത്തു വന്നു. പ്രസ്തുത ഉത്തരവിൽ ചില കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് ഖണ്ഡിക 41 പ്രകാരം 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക 25% വീതമുള്ള 4 ഗഡുക്കളായി 1/4/2023, 1/10/2023, 1/4/2024, 1/10/2021 തീയതികളിൽ ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണെന്നൊരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. തുടർന്ന് 1/7/2019 ശേഷം 31/5/2021 വരെ സർവീസിൽ നിന്ന് വിരമിച്ചവർ സർവീസ് വിരമിക്കുന്നതിന് മുന്നോടിയായി 30/4/2021 മുമ്പ് PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ, 21 ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിരമിച്ച കോ ടെർമിനേഴ്സ് ജീവനക്കാർ എന്നിവർക്ക് കുടിശ്ശിക ഒറ്റത്തവണ പണമായി 2021 മെയ് മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ജൂൺ മാസത്തെ പെൻഷനൊപ്പം വിതരണം ചെയ്യാമെന്ന് പരാമർശം 2 പ്രകാരം ഉത്തരവായിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു ഉത്തരവ് പ്രകാരം ഉത്തരവിറങ്ങി. പക്ഷേ അവിടെയാണ് അടുത്ത ഉടായ്പ് തരികിടതവും വന്നത്. അവിടെയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രസ്തുത വിഷയം പുനഃപരിശോധിച്ചു. കുടിശ്ശിക അനുവദിക്കുന്നതിലുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് വിലയിരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക 1-2 ഗഡുക്കൾ ജീവനക്കാർ PF അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് ഒരു ഉത്തരവുണ്ടാകുന്നതിന് നീട്ടിവെച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറങ്ങി. കൊടുക്കാൻ തീരുമാനിക്കുന്നു, കൊടുക്കണ്ടെന്ന് ഉത്തരവിറങ്ങുന്നു. അതിനുശേഷം 31/5/2021 ശേഷം 31/5/2021 ശേഷം സേവനത്തിലെ മരണപ്പെട്ട എല്ലാ ജീവനക്കാരുടെയും 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രസ്തുത ജീവനക്കാരുടെ ആശ്രിതർക്ക് ഒറ്റത്തവണ അനുവദിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറങ്ങുകയുണ്ടായി. അപ്പോൾ ചത്തുപോയ പൈസ കിട്ടും. അതാണ് അതിൻ്റെ ഒരു രീതിശാസ്ത്രം. 1/7/2019 ശേഷം 31/3/2021 വരെയുള്ള കാലയളവിൽ സേവനത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള കോ ടെർമിനേഴ്സ് ജീവനക്കാരുടെ കൂടി സേവന കാലയളവിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയെ അനുവദിച്ചുകൊണ്ട് അതും ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. 11ാം ധനകാര്യ ശമ്പള കമ്മീഷന്റെ കുടിശ്ശികയുടെ 1-2 ഗഡുക്കൾ അനുവദിച്ചുകൊണ്ട് പരാമർശം 8 പ്രകാരം പ്രത്യേക ഉത്തരവും ഇറക്കിയിട്ടുണ്ടെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. കാരണം നിങ്ങൾ ഈ ഉത്തരവെടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സർക്കാർ മേൽ വിശദമായി പരിശോധിച്ച് 29/10/2025 കൂടിയ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം കൂടി അടിസ്ഥാനത്തിൽ 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ അനുവദിക്കുന്ന വിഷയത്തിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ. ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും ശ്രദ്ധിച്ചിനി കേൾക്കേണ്ടത്. 10/2/2021 സർക്കാർ ഉത്തരവ് 27/2021 ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ശമ്പളം പരിഷ്കരണ സംസ്ഥാന ജീവനക്കാരുടെ അധ്യാപകരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിലെ 3-4 ഗഡുക്കൾ, അതായത് 25% മേപ്പടി ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യുന്നതാണ് വരാൻ പോകുന്ന ഡേറ്റ്. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്രകാരം PF അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത തുക ജീവനക്കാരിൽ സർവീസിൽ വിരമിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ 27 ഏപ്രിൽ മാസം മുതൽ ഏതാണോ ആദ്യം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാവുന്നതാണ്. ഇനി 2-3 കാര്യങ്ങൾ കൂടി ആ ഉത്തരവിൽ പറയുന്നുണ്ട്. 31/5/2021 ശേഷം വിരമിച്ച ജീവനക്കാർ, വിരമിക്കുന്ന PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ, മറ്റ് കാരണങ്ങളാൽ PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ എന്നിവരുടെ ശമ്പള കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി 2026 ഏപ്രിൽ 1 ശേഷം അനുവദിക്കാവുന്നതാണ്. 19 മുതൽ 21 വരെയുള്ള കാലയളവിൽ കോ ടെർമിനേഴ്സ് വ്യവസ്ഥയിൽ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്തിരുന്നവർക്ക്, അതുപോലെ ഗ്രാൻഡിനേഡ് പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോ ടെർമിനേഴ്സ് ജീവനക്കാർക്ക് PF അക്കൗണ്ടിൻ്റെ അഭാവത്തിൽ സേവനക്കാലയളവിൽ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി 26 ഏപ്രിൽ 1 ശേഷം അനുവദിക്കുന്നതാണ്. അപ്പോൾ ഏപ്രിൽ 1 ശേഷം ഇതെല്ലാം കുറേ പണം കിട്ടും. 31/5/2021 ശേഷം സേവനത്തിലെ മരണമടഞ്ഞ എല്ലാ ജീവനക്കാരുടെയും 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രസ്തുത ജീവനക്കാരുടെ ആശ്രിതർക്ക് ഒറ്റത്തവണയായി അനുവദിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ട് 30/8/2024
75/2/24 പുറപ്പെടുവിച്ചത് തുടർന്നും പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മരിച്ചവർക്ക് അവരുടെ ബന്ധുമിത്രാദികൾക്ക് അതിൻ്റെ പൈസ കിട്ടും. 17/19 മുതൽ 28/2/21 കാലയളവിനുള്ളിലും നിലവിലും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ തുടരുന്ന ജീവനക്കാരുടെയും 11ാം ശമ്പള കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ സർക്കാർ ഉത്തരവ് 42/2021 ധനകാര്യ വകുപ്പ് 30/4/2000 പ്രകാരമുള്ള സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി സർക്കാരിൻ്റെ ശീർഷകത്തിൽ നിന്നും മേപ്പടി ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. ഇനി ലാസ്റ്റ് കാര്യം പറയുന്നത് 1/7/2019 മുതൽ 28/2/2021 കാലയളവിൽ PSC മുഖേന നിയമനം നടത്തേണ്ട സ്ഥിരം തസ്തികകളിൽ PS ലിസ്റ്റിൻ്റെ അഭാവത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ടതും സേവനത്തിൽ തുടരുന്നതും PF അക്കൗണ്ട് നിലവിലുള്ളതുമായ ജീവനക്കാർക്ക് 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കുടിശ്ശികയുടെ 3/4 കാര്യം 25% മേപ്പടി ജീവനക്കാർ PF അക്കൗണ്ടിലേക്ക് ഏപ്രിൽ 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യാവുന്നതും പ്രസ്തുത കാലയളവിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിയമിക്കപ്പെട്ടതും നിലവിൽ സേവനമില്ലാത്തവർക്ക് PF അക്കൗണ്ടിൽ ഇല്ലാത്തവർക്കും കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി 2026 ഏപ്രിൽ 1 ശേഷം അനുവദിക്കാവുന്നതുമാണ്. അനുവദിക്കേണ്ടതാണെന്നല്ല പറയുന്നത്, അനുവദിക്കാവുന്നതുമാണ്. ഈ ഉത്തരവ് താഴേക്ക് അക്കൗണ്ട് ജനറലും അങ്ങനെ കുറേ അധികം ആളെയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകൾക്കും അതുപോലെ ട്രഷറി ഓഫീസർക്കും എല്ലാം കൊടുക്കും. പക്ഷെ അപ്പോൾ അനുവദിക്കേണ്ടതാണ് എന്ന് പറയുന്നതിന് പകരം അനുവദിക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇനി ഉത്തരവ് ഇറങ്ങണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഏപ്രിൽ 1 ശേഷം എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ചെയ്യുമോ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് 1 ശേഷം വീണ്ടും പാർക്കലാം.